വളരെയധികം കുറച്ച് സിനിമകൾക്ക് മാത്രമേ നമ്മൾ എത്രത്തോളം ഇമോഷണലി ഹുക്ക്ഡ് ആക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഹുക്ക് ചെയ്ത് ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിൽ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ ബ്യൂട്ടിഫുള്ളി പുൾ ഓഫ് ചെയ്ത പടമാണ് ചിറ്റ. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥ തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസർ. ആ മനുഷ്യനെ പറ്റി പറയാതെ വയ്യ. സിദ്ധാർത്ഥ ഇതിനകത്ത് എന്തൊരു ബ്യൂട്ടിഫുള്ളിയാണ് ക്യാരക്ടർ പിടിച്ചു പോയതെന്നറിയാമോ. ഇത് കണ്ടിട്ട് കുറേ പേര് ഭയങ്കര ഇമോഷണലായി എന്നൊക്കെ കേട്ടു. എനിക്ക് ക്ലിയർലി സീ വൈ. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും കുറേ പേര് കരഞ്ഞു എന്നൊക്കെ കേട്ടു. പക്ഷേ എനിക്ക് മേ ബി ഞാൻ ഒരു അച്ഛനല്ലാത്തതുകൊണ്ടോ ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നില്ല അതുകൊണ്ടായിരിക്കും. ബട്ട് ദെൻ ശരിക്കും എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. ഇമോഷണലി നമുക്ക് ഇവിടെ ഒരു വേദന തോന്നത്തില്ല ഇവിടെയൊക്കെ ആയിട്ട്. ആ ഒരു ഫീലിങ് എന്നിൽ ഈ സിനിമയ്ക്ക് ഉണർത്താൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് റെയർലി ഹാപ്പൻസ്. അതുകൊണ്ട് ദിസ് ഇസ് ആൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. ഭയങ്കര കോമ്പാക്റ്റ് പടം. ഇറ്റ്സ് നോ നോൺസെൻസ് പടം. അനാവശ്യമായിട്ട് തോന്നത്തില്ല. ആദ്യം കുറച്ച് ഇവർ തമ്മിലുള്ള ഡൈനാമിക്സ് കൂട്ടിയുറപ്പിക്കണേ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസുകളാണ്. ആ രണ്ട് പിള്ളേർ, സിദ്ധാർത്ഥ്, പിന്നെ നിമിഷ, അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥിൻ്റെ ചേച്ചിയായിട്ട് വരണ ഇവരെല്ലാവരും തകർത്ത് അവരിക്കുകയാണ്. അപ്പം ഇമോഷണലി ഹുക്ക്ഡാക്കി നമ്മൾ അവരെ ഫാമിലിയിലെ ഒരു മെമ്പറാക്കി. മനസ്സിലായ നമ്മൾ ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്ത് സിനിമയിലോട്ട് പോയതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ ജേർണിയിൽ പാർട്ടാവുന്നു. ആൻഡ് ദെൻ സംതിങ് ഹാപ്പൻസ്. അതിനുശേഷം ഒരു 40 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും മേജർ ഹാപ്പനിങ് നടക്കുന്നു. പിന്നെ നമ്മൾ അയ്യോ ഇനി എന്ത് പറ്റും പറഞ്ഞു ആ ഒരു നമ്മളെ ഇമോഷണലാക്കി റോളർ കോസ്റ്റർ ചെയ്ത് ആൻഡ് ടേക്ക് ഇറ്റ് ടു ദ ക്ലൈമാക്സ്. ആൻഡ് ക്ലൈമാക്സിൽ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് സംഭവമുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും ഒരു സംഭവമായിരിക്കും നടക്കുന്നത്. ബട്ട് ദെൻ അതിന് ഓപ്പോസിറ്റ് നടക്കും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് ഐ റിയലി അപ്രീഷിയേറ്റ് ദ മേക്കേഴ്സ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാണിക്കണമെന്ന് നമുക്ക് തോന്നുന്ന കാര്യം കാണിക്കാതെ തന്നെ ഒരു സംഭവം ഒരു കൺവേ ചെയ്യുകയാണ്. ദാറ്റ് വാസ് സോ പവർഫുൾ. കുഡോസ് ടു സിദ്ധാർത്ഥ്. ഈ ഫിലിം സെലക്ഷനിൽ ഒരു രക്ഷയില്ല. പുള്ളി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഹാറ്റ്സ് ഓഫ്. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് വാച്ചുകളിലൊന്നായിട്ട് അൺഡൗട്ടഡ്ലി പറയാൻ എനിക്ക് ചിറ്റയാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിങ് ഔട്ട് ഓൺ സംതിങ് വെരി 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 ഗുഡ്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അത്രേ പറയാനുള്ളൂ. അടിപൊളി സിനിമ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ